രാജ്യം സ്വച്ഛ് ഭാരത് എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന ഈ കാലത്ത് നമ്മുടെ നാട്ടിലെ ശൗചാലയങ്ങളുടെ നിലവാരം എന്താണ്? കാണാം കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെ ചില കാഴ്ചകൾ. ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ഒട്ടേറെ കായിക മത്സരങ്ങൾക്ക് വേദിയായി മാറിയിട്ടുള്ള കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് നമ്മളുള്ളത്. എന്നാൽ ഇവിടെ സൗകര്യങ്ങളുടെ വലിയ ഒരു പോരായ്മയുണ്ട് എന്നിവിടെ കളിക്കാനെത്തുന്ന ആളുകളും നടക്കാനിറങ്ങുന്ന ആളുകളൊക്കെ തന്നെ വ്യാപകമായി നമ്മളോട് പരാതി പറയാറുണ്ട്. എന്നാൽ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിലെ പ്രധാന കളിസ്ഥലം, സ്വാതന്ത്ര്യദിന റിപ്പബ്ലിക് ദിന പരേഡുകൾക്ക് വേദിയാകുന്നിടം. എന്നാൽ സൗകര്യങ്ങളുടെ കാര്യത്തിൽ വട്ടപൂജ്യമാണ് ഈ സ്റ്റേഡിയം. എനിക്ക് പിറകിലായിട്ട് ഈ കാണുന്നതാണ് ഇവിടെയുള്ള ശൗചാലയം. ഇവിടുത്തെ സ്ഥിതിയൊന്നും നമുക്ക് നേരിട്ട് പോയി കാണാം. ഒട്ടേറെ കായിക താരങ്ങളെ വാർത്തെടുക്കേണ്ട നമ്മുടെ ഒരു സ്റ്റേഡിയത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങളുടെ പോരായ്മയാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെയുള്ള ശൗചാലയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് കളിക്കാനായിട്ട് ഈ സ്റ്റേഡിയത്തിനടുത്തേക്ക് എത്തുക? മൂക്കുപൊത്താതെ നടക്കാൻ കഴിയുന്ന കാര്യം ആലോചിക്കാൻ പോലും കഴിയാത്ത ഇങ്ങനെയുള്ള ശൗചാലയങ്ങളുള്ള നമ്മുടെ നാട്ടിൽ നിന്നാണ് അധികാരികൾ സ്വച്ഛ് ഭാരതിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഷാജു ചന്തപുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. ഇതാണ് പലയിടങ്ങളിലും നമുക്കിപ്പോഴും കാണാൻ കഴിയുന്ന ഒരു അവസ്ഥ. ഇതിനൊരു മാറ്റവും ഇല്ല എന്നതാണ്.